2 ദിവസത്തെ ലീവ് കഴിഞ്ഞപ്പോഴേക്ക് 3-ാമത്തെ ദിവസം ആയിന് അംഗൻവാടി പോവാൻ ഭയങ്കര മടി കിട്ടോ. അപ്പൊ ഇന്ന് പോണില്ല, നാളെ പോവാ, എന്തായാലും പോവുന്നൊക്കെ പറഞ്ഞിട്ടാണ് നിക്കുന്നത്. അങ്ങനെ ഇന്നൊരു ദിവസം അങ്ങനെയാണ് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നേരെ ഞങ്ങൾ മാമന്റെ വീട്ടിലേക്കാണ് പോണേ. അമ്മമ്മേനെ കണ്ടിട്ട് കുറേ ആയിട്ടോ. അങ്ങനെ അമ്മമ്മേനൊക്കെ കാണാൻ വിചാരിച്ച് നേരെ പോവാണ്. അങ്ങനെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അമ്മേനെ വീട്ടിലിറക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു ഇല്ലത്തേക്കായിരുന്നു കേട്ടോ പോയി, ഞാനും ആയും കൂടി. കുറേ കാലമായി പോണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇപ്പോഴൊന്ന് എങ്ങനെയോ സമയം പോലെ അങ്ങനെയായിട്ട് നടന്നു. അങ്ങനെ അവിടെ പോയി ഇരുന്നപ്പോൾ ഭയങ്കര ഒരു പണ്ടത്തെ കുറേ ഓർമ്മകൾ. അമ്മമ്മേന്റെ അടുത്ത് കൂടാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടുന്ന് സുഭദ്രാമ കൽക്കണ്ടിയും അപ്പവും അങ്ങനെയൊക്കെ കുറേ തരുമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതാണ് അതിന് കൽക്കണ്ടൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടോ. അങ്ങനെ വീട്ടിലെത്തി മാമന്റെ ആടുന്ന് കുറെ മണി പ്ലാന്റ് ഒക്കെ പറിച്ച് അപ്പോഴേക്ക് കുട്ടിമാമൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടിമാമന്റെ വയ്യാലായിരുന്നു കേട്ടോ ആയു കുറെ നേരം. പിന്നെ ആയുന് ഇതെന്താന്നൊക്കെ ഓരോ സംശയങ്ങളായിരുന്നു കേട്ടോ ആയുന്. ഇങ്ങനത്തെ വലിയ മരവും അത് കഴിഞ്ഞ് സേതുമാമൻ വന്ന് ദീപാവലി മിഠായി കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പം അവിടുന്ന് പറിച്ച മണി പ്ലാന്റ് ഒക്കെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് നോക്കുക കേട്ടോ. എത്ര ദിവസം ഉണ്ടാവുമോ എന്തോന്നൊന്നും അറിയില്ല, കാരണം ആയു ഉണ്ടായതുകൊണ്ട്. എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പക്ഷേങ്കിൽ അതുവരെ തൊട്ടിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ അടിയിൽ നിന്നൊക്കെ മേലോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അവിടെ വെച്ചാൽ അത്ര സേഫ് അല്ല. അപ്പോൾ